ആശാസമരത്തെ അധിക്ഷേപിച്ച് CPM PB അംഗം A വിജയരാഘവൻ രംഗത്തെത്തി. ആശാസമരം നടത്തുന്നത് യഥാർത്ഥ ആശാപ്രവർത്തകരല്ല, കാശും ചോറും കൊടുത്തിരിക്കുകയാണ് എന്നാണ് വിജയരാഘവന്റെ പരാമർശം. ആശമാരുടേത് 6 മാസത്തേക്കുള്ള സമരമാണ്. അത് കഴിഞ്ഞാൽ അംഗനവാടിക്കാരെ പിടിച്ചുകൊണ്ടുവന്നിരുത്തും. മൂന്നാമതും ഇടതുഭരണം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും A വിജയരാഘവൻ ആരോപിച്ചു. കേൾക്കാം. ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു ഭരണം വരുന്നത് തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ പ്രതിലോമ ശക്തികളും നടത്തുക. അതിനുവേണ്ടി അവർ പാവപ്പെട്ടവരെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആശ ഒരു സമരം നടക്കുന്നുണ്ട്. ആശാ സമരം യഥാർത്ഥ ആശകളൊന്നുമില്ല. കുറച്ചാളെ കാശ് കൊടുത്തു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ 10,20,000 ആശ ഉണ്ട്. അവരൊന്നും സമരത്തിനില്ല. ഒരു 500 ആളെ ഉള്ളിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് 6 മാസത്തിൻ്റെ സമരം അവരൊന്നും പോകുന്നില്ല. ആശ പോരുന്നതിന് അവിടെ അംഗൻവാടിനെ കൊണ്ടിരുത്തും, വേറെ ആരെയും കൊണ്ടിരുത്തും. പാവപ്പെട്ട മനുഷ്യരെ തന്നെ കൊണ്ടിരുത്തി പണം കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ ആയുധമാക്കുന്ന ഗൂഢാലോചന കേരളത്തിൽ നടത്തുന്നു. അഷ്കർ അലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, പാട്ടപറിക്കുകൾ, പാട്ടപ്പിരിവ് നടത്തുന്നവർ, കൃമികീടങ്ങൾ എന്നിങ്ങനെ പലതരം പ്രസ്താവനകളാണ് CET നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നത്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പണം കൊടുത്ത് ചോറ് കൊടുത്തിരുത്തിയിരിക്കുന്നവരെന്ന് അധിക്ഷേപിക്കുകയാണോ ആശാവർക്കർമാരെ? അരുൺ, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ആശാപ്രവർത്തകരുമായുള്ള സമരം ഏതെങ്കിലും വിധത്തിൽ ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ അതിരൂക്ഷമായ വിമർശനം, അധിക്ഷേപവും പരിഹാസവും ഒക്കെ കലർന്ന വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് മലപ്പുറം എടപ്പാളിൽ നടന്ന എടപ്പാൾ കാലടിയിൽ സഖാവ് കുട്ടേട്ടൻ അനുസ്മരണ പരിപാടിയിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള A വിജയരാഘവന്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. ഈ ആശാ വർക്കർമാർ ഇപ്പോൾ സമരം നടത്തുന്നവരെന്ന് തന്നെ യഥാർത്ഥത്തിൽ ആശകളല്ല, അവരൊക്കെ പണം കൊടുത്ത് പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. പണവും ചോറും കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഇവർ പോയാൽ തന്നെ അടുത്ത അംഗനവാടിക്കാരെ പിടിച്ചുകൊണ്ടുവന്നിരുത്തും. ഈ സമരം എന്നത് അവസാനിപ്പിക്കാനുള്ള സമരമല്ല, മിനിമം 6 മാസമെങ്കിലും ഈ സമരം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിരുത്തും. അങ്ങനെ പണം നൽകി കൊണ്ടുവന്നിരുത്തിയ സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് A വിജയരാഘവൻ ഉന്നയിക്കുന്ന ആരോപണവും അധിക്ഷേപവും. അതിനോടൊപ്പം തന്നെ ഇവർ ചോറും പണവും കൊടുത്ത് ഇവരെ കുറെ ആളുകൾ കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം, സംസ്ഥാന സർക്കാർ മൂന്നാമത് ഇടതുപക്ഷത്തിന്റെ ഭരണം പിടിക്കാൻ പോകുന്നു, അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നതെന്നും A വിജയരാഘവൻ ആരോപിക്കുകയും ചെയ്യുന്നു. കേന്ദ്രത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പ്രതിഷേധം സമരം നടത്തേണ്ടത്, എന്നാൽ അതിന് പകരം മോദിക്കെതിരെ സമരം നടത്തേണ്ടതിന് പകരം സംസ്ഥാന സർക്കാരിനെതിരെ മനഃപൂർവ്വം സമരം നടത്തുകയാണെന്നുള്ള ആരോപണമാണ് വിജയരാഘവൻ ഉന്നയിക്കുന്നത്. താങ്ക് യു. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും സമരം എന്ന നിലയിലാണ് CPM അതിനെ കാണാൻ ശ്രമിക്കുന്നത്.